വെൽക്കം ടു മൈൻഡ് ബ്ലോയിങ് കിഡ്സ്. 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ഫസ്റ്റ് യൂണിറ്റ് നോക്കാം കേട്ടോ. എന്താണ് ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേര്? യെസ്, ദ വാംത്ത് ഓഫ് ലവ്. ഇന്ന് വാംത്ത് ഓഫ് ലവ് എന്ന് പറഞ്ഞാൽ അതെ, സ്നേഹത്തിൻ്റെ ഊഷ്മളത എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ അമ്മയും അച്ഛനും നമുക്ക് നൽകുന്നൊരു സ്നേഹമുണ്ട് അല്ലേ? ഇപ്പോൾ ഈ പിക്ചറിൽ നോക്കിക്കേ, ഈ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ആ ഒരു വലിയ അമ്മ ബേർഡ് നൽകുന്ന ഒരു സ്നേഹമുണ്ട് അല്ലേ? അങ്ങനെയുള്ള സ്നേഹങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യും? വളരെ പവിത്രമായിട്ടുള്ള സ്നേഹമാണ്. അവർക്കൊക്കെ നമ്മൾക്ക് എന്ത് പറയാം? സ്നേഹത്തിൻ്റെ ഊഷ്മളതയിൽ നമുക്ക് ലഭിക്കുന്നതാണ് അവയ്ക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരമ്മ മകനെ സ്നേഹത്തോടു കൂടിയിട്ട് എങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവരുന്നത് എന്നാണ് അല്ലേ? അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എർത്ത് ഈസ് ദ റൈറ്റ് പ്ലേസ് ഫോർ ലവ്. ആരാണ് പറയുന്നത്? റോബർട്ട് ഫ്രോസ്റ്റ് പറയുന്ന വേർഡാണ്. ഭൂമി എന്ന് പറയുന്നത് സ്നേഹിക്കാനുള്ള ഏറ്റവും നല്ല ഒരു സ്ഥലമാണ് എന്നാണ് പറയുന്നത് അല്ലേ? ഇതിനകത്ത് പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭൂമിയുടെ ആ ഒരു മനോഹാരിത ഈ ഒരു കുഞ്ഞു ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ? അങ്ങനെ അടുത്ത പേജിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 2 കുട്ടികളെ കാണാൻ പറ്റും. യെസ്, ഇവിടെ എന്താണ് കാണുന്നത്? ലെറ്റ്സ് ലുക്ക് അറ്റ് ദ പിക്ചർ എബോവ്. ഈ ഒരു പിക്ചറിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ 2 ബോയ്സ് ആർ ഗെറ്റിംഗ് റെഡി ഫോർ സ്കൂൾ. സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ് അവർ അല്ലേ? അപ്പോൾ പക്ഷേ ഇവിടെ 2 പേരുടെയും ഫേസ് ഒരുപോലെയാണോ? അല്ല, ചെറിയൊരു വ്യത്യാസം ഉണ്ടല്ലേ? വാട്ട് ഈസ് ദ ഫസ്റ്റ് ബോയ് ഡൂയിങ്? ഫസ്റ്റ് ബോയ് എന്താ ചെയ്യുന്നത്? നിങ്ങൾക്ക് പറയാം. ഓക്കെ, ഈസ് ഹി ഹാപ്പി? അവൻ ഹാപ്പി ആണോ? യെസ് അല്ലേ? വാട്ട് ഈസ് ദ റീസൺ? എന്താണ് അവൻ്റെ റീസൺ? എന്തായിരിക്കും? അവന് പുതിയ സ്കൂളിൽ വരികയാണ്, പുതിയ ടീച്ചറെ കാണാണ്, പുതിയ ഫ്രണ്ട്സിനെ കാണാണ്. അപ്പോൾ അവൻ എന്തായാലും ഹാപ്പി ആയിരിക്കും. എന്നാൽ വാട്ട് അബൌട്ട് ദ സെക്കൻഡ് ബോയ്? സെക്കൻഡ് ബോയ് കുറച്ചൊരു സാഡാണല്ലേ? വാട്ട് ഈസ് ഹിസ് മദർ ഡൂയിങ്? അവൻ്റെ അമ്മ എന്താണ് അതിനകത്ത് ചെയ്യുന്നത്? അവനെ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് അല്ലേ? നൗ യുവർ ടീച്ചർ വിൽ ടെൽ യു അബൌട്ട് ഹിസ് ഓർ ഹെർ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് അവരുടെ ഫസ്റ്റ് ഡേനെ കുറിച്ച് പറഞ്ഞുതരും. സ്കൂളിൽ പോയതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഹൗ വാസ് യുവർ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ? നിങ്ങളുടെ ഫസ്റ്റ് ഡേ എങ്ങനെയായിരുന്നു അല്ലേ? ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് അതൊന്ന് ഷെയർ ചെയ്യാം. സോ നമ്മൾ ഇന്ന് ഇവിടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എന്താണ് പേര്? ദ കിസ്സിങ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹത്തോടെ ചുംബിക്കുന്ന കൈകൾ അല്ലേ? കിസ്സിങ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ ചുംബിക്കുന്ന കൈകൾ. എന്താണ് അവിടെ നോക്കാം. ഇൻ ദി സ്റ്റോറി, ഈ ഒരു സ്റ്റോറിയിൽ എ ലിറ്റിൽ റക്കൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമേരിക്കയിലൊക്കെ കാണപ്പെടുന്ന ഒരു തരം കരടികളാണ്. ഓക്കെ, അപ്പോൾ ഈ റക്കൂൺ നെയിംഡ് ചെസ്റ്റർ. നമ്മുടെ റക്കൂണിൻ്റെ പേരെന്താണ്? ചെസ്റ്റർ. ഈസ് ഹെസിറ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു മടിയൊക്കെ ഉണ്ട് കേട്ടോ, മടിയാണ്. അബൌട്ട് ഗോയിങ് ടു സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് മടിയാണ്. നൗ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻ ടു ഹിം. അപ്പം നമുക്കിവിടെ കാണാം അവൻ എന്ത് സംഭവിച്ചു എന്നുള്ളത് കാണാം എന്നാണ് പറയുന്നത്. ഓക്കെ, നൗ നമ്മൾ ചാപ്റ്റർ റീഡ് ചെയ്യാൻ പോവാണ്. ചെസ്റ്റർ റക്കൂൺ സ്റ്റുഡ് അറ്റ് ദ എഡ്ജ് ഓഫ് ദ ഫോറസ്റ്റ് ആൻഡ് ക്രൈഡ്. എന്താ പറഞ്ഞേ? നമ്മുടെ റക്കൂണ് ഫോറസ്റ്റിൻ്റെ ആ എഡ്ജിൽ, അതായത് അറ്റത്ത് എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ നിന്നിട്ട് അവരിങ്ങനെ സ്കൂളിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് എന്ത് ചെയ്തത്? അവിടെ നിന്നിട്ട് ഇങ്ങനെ കരയാണ്. ആൻഡ് ക്രൈഡ്, കരഞ്ഞു. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ ഹീ ടോൾ ഹിസ് മദർ. എന്താ പറഞ്ഞു? ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ, എനിക്ക് സ്കൂളിലേക്ക് പോകണ്ട എന്ന് പറയില്ലേ? യെസ്, ഐ വോണ്ട്സ് ടു സ്റ്റേ ഹോം വിത്ത് യു. എനിക്ക് അമ്മയുടെ കൂടെ അവിടെ നിൽക്കണം. സ്റ്റേ ഹോം വിത്ത് യു, നിങ്ങളുടെ കൂടെ വീട്ടിൽ നിൽക്കണം. ഐ വോണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്, എൻ്റെ കൂട്ടുകാരുടെ കൂടെ കളിക്കണം. ഐ വോണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്, എൻ്റെ ടോയ്സിൻ്റെ കൂടെ കളിക്കണം. ഐ വോണ്ട് ടു റീഡ് മൈ ബുക്സ്, എൻ്റെ ബുക്സൊക്കെ എന്ത് ചെയ്യണം? എനിക്ക് റീഡ് ചെയ്യണം, വായിക്കണം. ഐ വോണ്ട് ടു സ്വിങ് ഓൺ മൈ സ്വിങ്, എനിക്ക് എൻ്റെ ഊഞ്ഞാലിൽ ആടണം. പ്ലീസ് മേ ഐ സ്റ്റേ ഹോം വിത്ത് യു. അമ്മേ പ്ലീസ്, ഞാൻ വീട്ടിലൊന്ന് നിന്നോട്ടെ, ഞാൻ വീട്ടിലൊന്ന് നിന്നോട്ടെ എന്നാണ് പറയുന്നത്. ആര്? നമ്മുടെ ചെസ്റ്റർ റക്കൂൺ പറയാണല്ലേ? ചെസ്റ്റർ എന്നാണ് അവൻ്റെ പേര്. അപ്പം നമ്മുടെ മിസ്സസ് റക്കൂൺ എന്ന് പറഞ്ഞാലാണ് അവൻ്റെ അമ്മയാണ്. ടുക്ക് ചെസ്റ്റർ, അവനിങ്ങനെ എടുത്തു. ബൈ ദ ഹാൻഡ്, അവരുടെ കൈ വെച്ചിട്ട് എടുത്തിട്ട് ആൻഡ് നസിൽഡ് ഹിസ് ഇയർ, ചെവിയിൽ ഇങ്ങനെ മൂക്കും പിന്നെ ചുണ്ടൊക്കെ വെച്ചിട്ടിങ്ങനെ അവരിങ്ങനെ എന്ത് ചെയ്യും? സ്നേഹത്തോട് കൂടിയിട്ട് ഇങ്ങനെ, പൂച്ചകൾ തമ്മിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അവർ തമ്മിലിങ്ങനെ മുഖത്തോട് മുഖം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ടുരുമാറുണ്ട്. അതുപോലെ അമ്മ കുഞ്ഞിനെ ഇങ്ങനെ തൊട്ടുരുമ്മിയിട്ട് എന്ത് ചെയ്തു? അവനെ ഇങ്ങനെ സമാധാനിപ്പിച്ചു അല്ലേ? അപ്പോൾ ഇതിനകത്ത്
എന്താണ് ക്വസ്റ്റ്യൻ താഴെ ബോക്സിനകത്ത് നോക്കിക്കേ. ചെസ്റ്റർ ഡസിൻ വാണ്ട് ടു ഗോ ടു സ്കൂൾ. ചെസ്റ്ററിന് സ്കൂളിൽ പോകണ്ടേ? വൈ? എന്താണ് ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ? എന്താ പറയുന്നത്? ഹി വോണ്ട് ടു സ്റ്റേ ഹോം വിത്ത് ഹിസ് മദർ. അവൻ്റെ വീട്ടിൽ അമ്മയുടെ കൂടെ അവന് നിൽക്കണം. പിന്നെയോ ഐ വോണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് അത് മാറ്റിയിട്ട് ഹി വോണ്ട്സ് എന്ന് പറയാം. ഹി വോണ്ട്സ് ടു പ്ലേ വിത്ത് ഹിസ് ഫ്രണ്ട്സ്. ഓക്കെ, ഹി വോണ്ട്സ് ടു പ്ലേ വിത്ത് ഹിസ് ടോയ്സ്. ഹി വോണ്ട്സ് ടു റീഡ് ഹിസ് ബുക്സ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ചെറിയ മാറ്റം വരുത്തിയിട്ട് അവൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇഫ് യു വർ ഇൻ ചെസ്റ്റേഴ്സ് പ്ലേസ്, ചെസ്റ്ററുടെ ആ സ്ഥാനത്ത് നിങ്ങളായിരുന്നു എന്നുണ്ടെങ്കിൽ വാട്ട് വുഡ് യു ഡു? നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ ഹാപ്പി ആയിട്ട് സ്കൂളിൽ പോകുമോ, അതോ ഇതുപോലെ മടിച്ചിട്ട് എന്ന് പറഞ്ഞിട്ടിരിക്കുമോ? അതാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഓക്കെ, നൗ നെക്സ്റ്റ് പേജ് എടുത്താൽ സംടൈംസ് വി വിൽ ഹാവ് ടു ഡു തിങ്സ് വി ഡോണ്ട് വാണ്ട് ടു ഡു. എന്താ പറയുന്നത്? സംടൈംസ് ചില സമയത്ത് വി ഓൾ ഹാവ് ടു ഡു സം തിങ്സ്. നമുക്ക് ചില സംഭവങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. എന്ത്? വി ഡോണ്ട് വാണ്ട് ടു ഡു. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചില സമയത്ത് നമുക്ക് ചെയ്യേണ്ടി വരും എന്നാണ് നമ്മുടെ അമ്മ ഷീ ടോൾഡ് ഹിം ജെൻ്റ്ലി. അവനോടിങ്ങനെ സാവധാനത്തിൽ പറഞ്ഞു കൊടുത്തത് അതാണ്. എന്താ പറഞ്ഞു കൊടുത്തത്? സംടൈംസ് വി ഓൾ ഹാവ് ടു ഡു തിങ്സ് വി ഡോണ്ട് വാണ്ട് ടു ഡു. നമുക്ക് ഇഷ്ടമില്ലാത്ത ചില സംഭവങ്ങൾ നമുക്ക് ചില സമയത്ത് ചെയ്യേണ്ടതായിട്ട് വരും. ഈവൻ ഇഫ് ദേ സീം സ്ട്രേഞ്ച് ആൻഡ് സ്കാരി അറ്റ് ഫസ്റ്റ്. ഈവൻ ഇഫ് ദേ സീം സ്ട്രേഞ്ച്, നമുക്ക് അപരിചിതമായിട്ട്, അതായത് അപരിചിതർ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് അറിയാത്തതാണെങ്കിൽ പോലും, ആൻഡ് സ്കാരി, നമ്മളെ പേടിപ്പിക്കുന്നതാണെങ്കിൽ പോലും, നമുക്ക് ഫസ്റ്റായിട്ട് നമുക്ക് പേടിപ്പിക്കുന്നതോ അല്ലെങ്കിൽ നമുക്ക് അറിയാത്തത് അപരിചിതമായിട്ടുള്ളതാണെങ്കിൽ കൂടിയും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ദ തിങ്സ് വി ഡോണ്ട് വാണ്ട് ടു ഡു വി വിൽ ഹാവ് ടു ഡു തിങ്സ് വി ഡോണ്ട് വാണ്ട് ടു ഡു എന്നാണ് പറയുന്നത്. നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും എന്ത്? നമുക്ക് ഇഷ്ടമില്ലാത്തത്. ബട്ട് യു വിൽ ലവ് സ്കൂൾ വൺസ് യു സ്റ്റാർട്ട്. പക്ഷേ തുടങ്ങിക്കഴിഞ്ഞാൽ യു വിൽ ലവ് സ്കൂൾ വൺസ് യു സ്റ്റാർട്ട്. തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ സ്കൂൾ ഇഷ്ടപ്പെടും. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. നിൻ്റെ വീട്ടിലുള്ള ടോയ്സോ ഫ്രണ്ട്സോ അല്ല, അവിടെ സ്കൂളിൽ വെച്ചിട്ടുള്ള ന്യൂ ഫ്രണ്ട്സിനെ കൊണ്ടും ന്യൂ ടോയ്സിനെ കൊണ്ടൊക്കെ നീ കളിക്കും. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ്. പുതിയ ബുക്കുകൾ വായിക്കാം. ആൻഡ് സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ്. പുതിയ സ്വിങ്ങിൽ എന്ത് ചെയ്യാം? സ്വിങ് ചെയ്യാന്ന് പറഞ്ഞാൽ ഊഞ്ഞാലാടാം. ബിസൈഡ്സ്, അത് മാത്രമല്ല, ഷീ ആഡഡ്, പിന്നെയോ, ഐ നോ എ വണ്ടർഫുൾ സീക്രട്ട് ദാറ്റ് വിൽ മേക്ക് യുവർ നൈറ്റ്സ് അറ്റ് സ്കൂൾ സീംസ് ആസ് വാം ആൻഡ് കോസി ആസ് യുവർ ഡേയ്സ് അറ്റ് ഹോം. എന്താ പറഞ്ഞത്? ഐ നോ, എനിക്കറിയാം, എ വണ്ടർഫുൾ സീക്രട്ട്, നല്ലൊരു സീക്രട്ട്, ഒരു രഹസ്യം എനിക്കറിയാം. ദാറ്റ് വിൽ മേക്ക് യുവർ നൈറ്റ്സ്, നിൻ്റെ രാത്രികൾ അതെന്താക്കി മാറ്റും? അറ്റ് സ്കൂളിലുള്ള സീംസ് ആസ് വാം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് നല്ല ഊഷ്മളമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല സമാധാനമായിട്ടുള്ള ഊഷ്മളമായിട്ടുള്ളതും ആൻഡ് കോസി കംഫേർട്ടായിട്ടുള്ളതും. നമ്മൾ പറയില്ല ചില നമുക്ക് കംഫേർട്ടായിട്ടുള്ളതാണ് എന്ന്, അതാണ് കോസി എന്നർത്ഥം. ഓക്കെ, ആസ് യുവർ ഡേയ്സ് അറ്റ് ഹോം, വീട്ടിലുള്ള അതുപോലെ തന്നെയുള്ള രാത്രി ആക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു സീക്രട്ട് അറിയാം. ജസ്റ്റ് വൈപ്ഡ് അവേ ഹിസ് ടിയേഴ്സ് ആൻഡ് ലുക്ക്ഡ് ഇൻട്രസ്റ്റഡ്. അവൻ്റെ മുഖമൊക്കെ ഇങ്ങനെ തുടച്ചിട്ട് അവൻ ഇൻട്രസ്റ്റിൽ ഇങ്ങനെ നോക്കി. ലുക്ക്ഡ് ഇൻട്രസ്റ്റഡ്. എ സീക്രട്ട്? വാട്ട് കൈൻഡ് ഓഫ് സീക്രട്ട്? സീക്രട്ടോ, രഹസ്യമോ? എന്ത് സീക്രട്ടാണ് നിങ്ങൾക്ക് അറിയുന്നത്? എ വെരി ഓൾ സീക്രട്ട്. എന്താ പറഞ്ഞേ? ഒരു പഴയ സീക്രട്ടാണ്. സെഡ് മിസ്സസ് റക്കൂണ് പറയാൻ ഒരു പഴയ സീക്രട്ടാണ്. ഐ ലേൺ ഇറ്റ് ഫ്രം മൈ മദർ. ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് പഠിച്ചതാണ്. ആൻഡ് ഷീ ലേൺ ഇറ്റ് ഫ്രം ഹർ മദർ. എൻ്റെ അമ്മ ആരുടെ അടുത്താണ്? അവരുടെ അമ്മയുടെ അടുത്ത് നിന്ന് പഠിച്ചതാണ്. ഇറ്റ്സ് കോൾഡ് ദ കിസ്സിങ് ഹാൻഡ്. എന്താ പറയുന്നത്? അതിന് പറയുന്ന പേരാണ് ദ കിസ്സിങ് ഹാൻഡ്. ഉമ്മ വയ്ക്കുന്ന കൈകൾ. ദ കിസ്സിങ് ഹാൻഡ് ആസ്ക് ചെസ്റ്റർ ചോദിക്കുകയാണ്, എന്ത് കിസ്സിങ് ഹാൻഡോ? അതെന്താ സംഭവം? വാട്ട് ഇസ് ദാറ്റ്? എന്താണെന്ന് ഇങ്ങനെ ചോദിക്കുക. വാട്ട് ഇസ് ദാറ്റ്? ഓക്കെ, ഐ വിൽ ഷോ യു. അമ്മ പറയാണ്, ഐ വിൽ ഷോ യു. ചെസ്റ്റേഴ്സ് മദർ ടോൾഡ് ഹിം ടു ഓൾ സീക്രട്ട് വാട്ട് മേ ബി ദ സീക്രട്ട്. ചെസ്റ്ററുടെ മദർ ഒരു ഓൾഡ് സീക്രട്ട് അവന് പറഞ്ഞു കൊടുത്തു. എന്തായിരിക്കും ആ സീക്രട്ട്?
എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അല്ലേ. അവന് സ്കൂളിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ചെസ്റ്ററുടെ മദർ പറഞ്ഞു കൊടുത്തത് ആരാണ്? മദറിൻ്റെ മദറിനോട് പറഞ്ഞു കൊടുത്തതാണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സീക്രട്ട് എന്നുള്ളത്. ഓക്കെ, മിസ്സസ് റക്കൂൺ took Chester's left hand and spread his tiny fingers into a fan. എന്താ പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞു റക്കൂണിൻ്റെ ചെസ്റ്ററുടെ കൈ എടുത്തിട്ട് ലെഫ്റ്റ് ഹാൻഡ് എടുത്തിട്ട് ഇങ്ങനെ ഫാൻ പോലെ വിടർത്തി പിടിച്ചു. എന്നിട്ട് നമ്മുടെ മദർ റക്കൂൺ എന്താ ചെയ്തത്? ആ കയ്യിൽ ഇങ്ങനെ കുനിഞ്ഞു നിന്നു. ലീൻഡ് ഫോർവേഡ്, ഇങ്ങനെ കുനിഞ്ഞു നിന്നിട്ട് ആ കയ്യിൻ്റെ അടുത്തേക്ക് വന്നു. ഫോർവേഡ് എന്ന് പറഞ്ഞാൽ മുൻപോട്ട് നിന്നിട്ട് ഷി കിസ്ഡ് ചെസ്റ്റർ റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. എന്ന് പറഞ്ഞാൽ എന്താ? ചെസ്റ്ററുടെ കൈയുടെ നടുവിൽ ആ ഒരു ഫാന് പോലെ പിടിച്ചില്ലേ നമ്മുടെ കൈ, അതിനകത്ത് ഇങ്ങനെ കിസ് ചെയ്തു. Chester felt his mother's kiss rush from his hand up his arm and into his heart. ചെസ്റ്റർക്ക് ഫീൽ ചെയ്തു, അതായത് അങ്ങനെ തോന്നി. എന്ത്? ഹിസ് മദേഴ്സ് കിസ്, അവൻ്റെ അമ്മയുടെ ആ ഒരു കിസ്, റഷ് ഫ്രം ഹിസ് ഹാൻഡ്. റഷ് ചെയ്തു എന്ന് പറഞ്ഞാൽ നല്ല സ്പീഡിൽ പാസ് ചെയ്ത് പോകുന്നതിന് റഷ് എന്ന് പറയാം. സ്പീഡിൽ ഇങ്ങനെ പോയി. എവിടുന്ന്? ഫ്രം ഹിസ് ഹാൻഡ്, അവൻ്റെ കയ്യിൽ നിന്നും, അപ്പ് ഹിസ് ആം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഷോൾഡറിൻ്റെയൊക്കെ അവിടെ അങ്ങോട്ടേക്ക് പാസ് ചെയ്ത് പോയി. എന്നിട്ടോ ആൻഡ് ഇൻ ടു ഹിസ് ഹാർട്ട്, അവൻ്റെ ഹൃദയത്തിലേക്ക് അതെത്തി. ഈവൻ ഹിസ് സിൽക്കി ബ്ലാക്ക് മാസ്ക് എന്ന് പറഞ്ഞാൽ അവരുടെ ഫേസിൽ ഇങ്ങനെ ഒരു സിൽക്കി ബ്ലാക്ക് മാസ്ക് പോലെ ഒരു നമ്മുടെ ബെയറല്ലേ, നമ്മുടെ കരടിയല്ലേ ഈ റക്കൂൺസ് എന്ന് പറഞ്ഞാൽ, അവരുടെ ഫേസിൽ അങ്ങനെ ഒരു സംഭവമുണ്ട് അല്ലേ. അതിങ്ങനെ ടിങ്കിൾഡ്, അതിങ്ങനെ തിളങ്ങി. വിത്ത് എ സ്പെഷ്യൽ വാംത്, നല്ല ഒരു ഊഷ്മളത വന്നു അല്ലേ. നമുക്കൊരു മനസ്സിലൊരു സ്നേഹം വന്നു. അമ്മയുടെ കിസ് ഇങ്ങനെ മനസ്സിലേക്ക് വന്നപ്പോൾ, ഹൃദയത്തിൽ ടച്ച് ചെയ്തപ്പോൾ അവനിങ്ങനെ ഒരു ഊഷ്മളത വന്നു. മിസ്സസ് റക്കൂൺ സ്മൈൽഡ്, അത് കണ്ടപ്പോൾ നമ്മുടെ അമ്മ റക്കൂൺ എന്ത് ചെയ്തു? ചിരിച്ചു. നൗ ഷി ടോൾഡ് ചെസ്റ്റർ, ഇപ്പോൾ എന്നിട്ട് പറയാണ് ഷി ടോൾഡ് ചെസ്റ്റർ, വെനെവർ യു ഫീൽ ലോൺലി, എപ്പോഴാണോ നിനക്ക് ലോൺലി, ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്നത്, ആൻഡ് നീഡ് എ ലിറ്റിൽ ലവ് ഫ്രം ഹോം, വീട്ടിൽ നിന്നും കുറച്ച് സ്നേഹം വേണം എന്നൊക്കെ തോന്നുന്നത്, നീഡ് ആവശ്യം തോന്നുന്നത്, ഇപ്പോൾ എ ലിറ്റിൽ ലവ് ഫ്രം ഹോം വീട്ടിൽ നിന്നും, ജസ്റ്റ് പ്രസ് യുവർ ഹാൻഡ് ടു യുവർ ചീക്ക് ആൻഡ് തിങ്ക്, എന്ത് ചെയ്യുക? നിൻ്റെ കൈ കൊണ്ടുവന്നിട്ട് നിൻ്റെ ചീക്കിൽ, കവിളിൽ ഇങ്ങനെ വയ്ക്കുക, എന്നിട്ട് ഇങ്ങനെ ആലോചിക്കുക. മമ്മി ലവ്സ് യു, എന്താ ആലോചിക്കേണ്ടേ? മമ്മി ലവ്സ് യു, മമ്മി നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. മമ്മി ലവ്സ് യു, മമ്മി നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. ആൻഡ് ദാറ്റ് വെരി കിസ് വിൽ ജംപ് ടു യുവർ ഫേസ് ആൻഡ് ഫിൽ യുവർ വിത്ത് ടോസ്റ്റി വാം തോട്ട്സ്. എന്താ പറഞ്ഞത്? ആ ഒരു ഇങ്ങനെ കവിളിൽ വെച്ചിട്ട് മമ്മി ലവ്സ് യു എന്ന് ചിന്തിക്കുമ്പോൾ ആ ഒരു കിസ്സ് നിൻ്റെ എന്ത് ചെയ്യും? ഫേസിലേക്ക് ജമ്പ് ചെയ്യും. കയ്യിനകത്തുണ്ടല്ലോ ആ കിസ്സ് അല്ലേ, അത് ജമ്പ് ചെയ്തിട്ട് ആൻഡ് ഫിൽ യുവർ വിത്ത് ടോസ്റ്റി വാം, നിനക്ക് നല്ല ആശ്വാസം നൽകും, നിനക്ക് നല്ല കംഫർട്ടായിട്ട് എന്ത് ചെയ്യും? നിൻ്റെ ചിന്തകൾ, തോട്ട്സ് എന്ന് പറഞ്ഞ ചിന്തകൾ നിനക്ക് നൽകും. ഓക്കെ, ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ് ആൻഡ് കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ് അറൗണ്ട് ദ കിസ്. ഓക്കെ, ആ ഒരു കിസ്സിൻ്റെ ചുറ്റുമായിട്ട് അവൻ്റെ കൈ ഇങ്ങനെ റാപ്പ് ചെയ്യാൻ, ഇങ്ങനെ കൂട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു. അപ്പോൾ നമ്മുടെ ചെസ്റ്ററുടെ ഹാൻഡ് എന്ത് ചെയ്തു? അമ്മ കൈ പിടിച്ചിട്ട് ഇങ്ങനെ റാപ്പ് ചെയ്തു, കിസ് ചെയ്തതിന് ചുറ്റും റാപ്പ് ചെയ്ത് കൊടുത്തു. എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കിസ് ചെയ്തത് ഒരിക്കലും പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, എപ്പോഴും അവൻ്റെ ഹേർട്ടിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു അല്ലേ. അപ്പോൾ ഇതിനകത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, ഹൗ ഡിഡ് മിസ്സസ് റക്കൂൺ ഹെൽപ്പ് ചെസ്റ്റർ ഓവർകം ഹിസ് ഫിയർ? അപ്പോൾ എങ്ങനെയാണ് അവൻ്റെ പേടിയെ ഓവർകം ചെയ്തതെന്ന് ചോദിച്ചാൽ എന്താണ്? ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്തത് എന്തായിരുന്നു? എപ്പോഴെങ്കിലും ഇങ്ങനെ ലോൺലി ആയിട്ട് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ജസ്റ്റ് പ്രസ് യുവർ ഹാൻഡ് എന്നുള്ളത് നമ്മൾ അവൾ എന്താ പറഞ്ഞു കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ പ്രസ് ഹിസ് ഹാൻഡ്. ഓക്കെ, ഹിസ് എന്നാക്കി കൊടുക്കുക. ഹാൻഡ് ടു യുവർ ചീക്ക് എന്നുള്ളത് ഹിസ് ചീക്ക് എന്ന് തന്നെ ആക്കി കൊടുക്കുക അല്ലേ. അവൻ എപ്പോഴെങ്കിലും അങ്ങനെ തോന്നുവാണെങ്കിൽ അവൻ്റെ ഹാൻഡ് എന്ത് ചെയ്യുക? അവൻ്റെ ചീക്കിൽ പിടിക്കുക. എന്നിട്ടോ ആൻഡ് തിങ്ക്, ചിന്തിക്കുക. മമ്മി ലവ്സ് യു, മമ്മി ലവ്സ് യു. ഓക്കെ, അപ്പോൾ അമ്മ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ചിന്തിക്കാനാണ് അവനോട് പറഞ്ഞത് അല്ലേ. നെക്സ്റ്റ് നോക്കാം. നൗ ബി കെയർഫുൾ നോട്ട് ടു ലോസ് ഇറ്റ്, ഷീ ടീസ്ഡ് ഹിം.
അവനിങ്ങനെ തലോടിക്കൊണ്ട് അല്ലെങ്കിൽ കംഫേർട്ടാക്കിക്കൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് എന്താ പറഞ്ഞത്, ടീസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംഫേർട്ടാക്കിക്കൊണ്ട് പറഞ്ഞു. അത് എന്ത് ചെയ്യരുത്, ശ്രദ്ധിക്കണം, അത് ലോസ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് കളഞ്ഞു പോവരുത് കേട്ടോ. അമ്മ തന്നിട്ടുള്ള ആ ഗിഫ്റ്റ് ഒരിക്കലും കളഞ്ഞു പോവരുത് എന്ന് പറയാണ്. But don't worry, when you open your hand to wash after having food, I promise the kiss will stick. പക്ഷെ ഒരു കാര്യം കൂടി, ബട്ട് ഡോണ്ട് വറി, പേടിക്കണ്ട. എന്താണ്, നീ ഫുഡ് കഴിച്ചിട്ട് കഴുകാൻ വേണ്ടിയിട്ട് അല്ലേ, ഓപ്പൺ യുവർ ഹാൻഡ് ടു വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്തിന്, ആഫ്റ്റർ ഫുഡ്, ആ സമയത്ത് നീ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ പ്രോമിസ് ദ കിസ് വിൽ സ്റ്റിക്ക്, എപ്പോഴും ആ ഒരു കിസ് അവിടെ സ്റ്റിക്ക് ചെയ്തോളൂ എന്ന് പറയാണ്. ജസ്റ്റ് ലൗഡ് ഹിസ് കിസ്സിങ് ഹാൻഡ്, അവൻ ആ കൈ എന്ത് ചെയ്ത് ഇഷ്ടപ്പെട്ടു കേട്ടോ. നൗ ഹി ന്യൂ ഹിസ് മദേഴ്സ് ലവ് വുഡ് ഗോ വിത്ത് ഹിം വെറെവർ ഹി വെൻറ്റ്. അങ്ങനെ അവൻ എന്താ മനസ്സിലാക്കിയത്, അവൻ എവിടെ പോവുകയാണെങ്കിലും അവൻ്റെ ആ ഒരു മദറിൻ്റെ ലവ് അവൻ്റെ കൂടെയുണ്ട് അല്ലേ. വെനെവർ ഹി വെൻറ്റ് ഈവൻ ടു ദ സ്കൂളിൽ പോവുകയാണെങ്കിൽ പോലും അമ്മയുടെ ആ ഒരു സ്നേഹം എൻ്റെ കൂടെ ഉണ്ടെന്ന് അവന് മനസ്സിലാക്കി. ദാറ്റ് നൈറ്റ്, ആ രാത്രിയിൽ, ജസ്റ്റ് സ്റ്റുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് സ്കൂൾ ആൻഡ് ലുക്ക്ഡ് തോട്ട്ഫുൾ. അങ്ങനെ ആ ഒരു ദിവസം അവൻ എന്ത് ചെയ്തു, അവൻ്റെ സ്കൂളിൻ്റെ മുൻപിൽ ഇങ്ങനെ അവിടെ നിന്നിട്ട് ചിന്തിച്ചുകൊണ്ട്, ലുക്ക് തോട്ട്ഫുൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിന്നു. ആൻഡ് സഡൻലി ഹീ ടേൺ ടു ഹിസ് മദർ ആൻഡ് ഗ്രീൻഡ്. ആ സമയത്ത് പെട്ടെന്ന് അവൻ എന്ത് ചെയ്തു, അവൻ്റെ അമ്മയുടെ അടുത്തേക്ക് തിരിഞ്ഞു. എന്നിട്ട് ഇങ്ങനെ ഗ്രിൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇളിഞ്ഞ ചിരി എന്നാണ് പറയുക, ഒരു പല്ല് കാട്ടി ചിരിക്കുക എന്ന് പറയില്ലേ, നമുക്കൊരു ആശ്വാസം വന്നിട്ടുള്ളൊരു ചിരി. ആ ഒരു ചിരി ചിരിച്ചിട്ട് പറഞ്ഞു, ഗിവ് മീ യുവർ ഹാൻഡ്, ഗിവ് മീ യുവർ ഹാൻഡ്, ആ കൈ തരൂ. ഹി ടോൾഡ് ഹർ, അവനോട് പറയാണ്, ആ കൈയൊന്ന് തരൂ. Chester took his mother's hand in his own and unfolded her large familiar finger into a fan. ചെസ്റ്റർ എന്താ ചെയ്തത്, അമ്മയുടെ കൈയും അതുപോലെ ചെയ്തു അല്ല, എന്ത് ചെയ്തത്, അതിങ്ങനെ ഫാന് പോലെ പിടിച്ചിട്ട് കൈകളൊക്കെ ഇങ്ങനെ വിടർത്തി പിടിച്ചിട്ട് എന്ത് ചെയ്തു, നെക്സ്റ്റ് ഹി ലീൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുനിഞ്ഞു നിന്നിട്ട് കൈക്ക് ഉമ്മ കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലീൻഡ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ കുനിഞ്ഞു വന്നു. ആൻഡ് കിസ്ഡ് ദ സെൻറ്റർ ഓഫ് ഹെർ ഹാൻഡ് എന്നാണ് പറയുന്നത്, അമ്മയുടെ കയ്യിൽ അവൻ അങ്ങനെ കിസ് ചെയ്തു. നോ യു ഹാവ് എ കിസ്സിങ് ഹാൻഡ് ടു, ഹി ടോൾഡ് ഹർ വിത്ത് എ ജെൻറ്റിൽ ഗുഡ് ബൈ. അവനിങ്ങനെ ഗുഡ് ബൈ പറയുന്ന രീതിയിൽ അമ്മയോട് പറഞ്ഞു, അങ്ങനെ നിങ്ങൾക്കും എന്താണ് ഒരു കിസ്സിങ് ഹാൻഡ് ഉണ്ട്, ഞാൻ അങ്ങോട്ടും ഉമ്മ തന്നിട്ടുണ്ട്, ഓക്കെ, ഐ ലവ് യു, ചെസ്റ്റർ സെഡ് ആസ് ഹി ടേൺ ആൻഡ് ഡാൻസ്ഡ് അവേ. അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, ചെസ്റ്റർ എന്ത് ചെയ്തു, ഡാൻസ്ഡ് അവേ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോയി, അവന് ഇങ്ങനെ ഫാസ്റ്റായിട്ട് പോയി. ഓക്കെ, ഹൗ ഡിഡ് ചെസ്റ്റർ ഫീൽ വെൻ ഹി കിസ്ഡ് ഹിസ് മദർ? അമ്മയെ കിസ് ചെയ്ത സമയത്ത് ചെസ്റ്ററിന് എന്തായിരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവുക? അതേ ഫീൽ തന്നെ ആയിരിക്കും അല്ലേ, ഇങ്ങോട്ടേക്ക് കിട്ടിയിട്ടുള്ള അതേ ഫീൽ തന്നെ അങ്ങോട്ടും കൊടുത്തു അവന്. അമ്മയ്ക്കും എപ്പോഴും ചെസ്റ്റർ അവിടെ ഉണ്ട് എന്നുള്ളത് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവനത് കൊടുത്തിട്ട്, ഡാൻസ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡാൻസ് ചെയ്യാമെന്നല്ല, ഇവിടെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പോയി എന്നാണ് അർത്ഥം കേട്ടോ. Now look at the next page. മിസ്സിസ് റക്കൂൺ എന്താ ചെയ്യുന്നത്, നമ്മുടെ ചെസ്റ്റർ ഇങ്ങനെ പോകുന്നത് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചെസ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, സ്കൂളിലേക്ക് പോയിട്ടുണ്ടല്ലേ, നമുക്ക് നോക്കാം. മിസ്സിസ് റക്കൂൺ വാച്ച്ഡ് ചെസ്റ്റർ സ്കാമ്പർ അക്രോസ് എ ട്രീ ലിംബ് ആൻഡ് എൻറ്റർ ദ സ്കൂൾ. സ്കാമ്പർ എന്ന് പറഞ്ഞാൽ ചാടിപ്പോകുന്നത് അല്ലേ, ഓടിച്ചാടി ഇങ്ങനെ പോകുന്നത്. ഓക്കെ, സ്കാമ്പർ അക്രോസ് എ ട്രീ ലിംബ്, മരങ്ങൾക്കിടയിലൂടെ എന്ത് ചെയ്തു, നമ്മുടെ മിസ്സിസ് റക്കൂൺ കണ്ടു നമ്മുടെ ചെസ്റ്റർ ഇങ്ങനെ ഓടിപ്പോകുന്നത്. ആ ഒരു സീക്രട്ടൊക്കെ പറഞ്ഞു കൊടുത്ത് അതൊക്കെ ചെയ്തതിന് ശേഷം അവൻ ഓടിപ്പോകുന്നത് കണ്ടു. ഓക്കെ, as the first bell of the new school year rang. അങ്ങനെ പുതിയ സ്കൂളിലെ ഫസ്റ്റ് ബെല്ല് അടിച്ചു. ഷി പ്രസ്ഡ് ഹെർ ലെഫ്റ്റ് ഹാൻഡ് ടു ഹെർ ചീക്ക് ആൻഡ് സ്മൈൽഡ്. ആ സമയത്ത് എന്ത് ചെയ്തു, അവൾ എന്ത് ചെയ്തു, നമ്മുടെ മിസ്സിസ് റക്കൂൺ, അതായത് അമ്മ റക്കൂണ് മുഖത്തിങ്ങനെ വെച്ചു അവളുടെ കൈ, എന്നിട്ടിങ്ങനെ ചിരിച്ചു. The warmth of Chester kissed filled her heart with special words. എന്താ പറഞ്ഞത്,
വാംത്ത് ഓഫ് ചെസ്റ്റർ കിസ്ഡ് ഫിൽഡ് ഹർ. അതായത് നമ്മുടെ ചെസ്റ്ററുടെ കിസ്സ് അവളെ ഇങ്ങനെ ആ ഒരു സ്പെഷ്യൽ വേർഡ് വെച്ചിട്ട് ഫില്ല് ചെയ്തു. അവളിങ്ങനെ അവൾക്കൊരു സ്നേഹം തോന്നി, അല്ലെങ്കിൽ അവൾക്ക് മനസ്സിലിങ്ങനെ ഒരു സന്തോഷം, അല്ലെങ്കിൽ എൻ്റെ മകനെ തൊട്ടടുത്തുണ്ട് എന്ന് അവൾക്കും ഫീൽ ചെയ്തു. അതേപോലെ തന്നെ ചെസ്റ്ററിന് സ്കൂളിലും ഫീൽ ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്, ചെസ്റ്റർ അവിടെ ഉണ്ടെന്ന് അവൾക്ക് ഫീൽ ചെയ്തു. എങ്ങനെ? ചെസ്റ്റർ ലവ്സ് യു, ഇറ്റ് സാങ്, ചെസ്റ്റർ ലവ്സ് യു. അതിങ്ങനെ പാടിക്കൊണ്ടിരുന്നത് ചെസ്റ്റർ നിങ്ങളെ ലവ് ചെയ്യുന്നുണ്ട് എന്ന് പാടിക്കൊണ്ടേയിരുന്നു. ഓക്കെ, ഹൂ ആർ ദ മെയിൻ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി? ഈ സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആരാണ്? 2 പേരാണല്ലേ. ഒന്ന് നമ്മുടെ ചെസ്റ്ററും ഒന്ന് മിസ്സിസ് റക്കൂണും. ഇവർ 2 പേരുമാണ് ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സ്. വിച്ച് പാർട്ട് ഓഫ് ദ സ്റ്റോറി ഡു യു ലൈക്ക് ദി മോസ്റ്റ്? വൈ? ഇതിലേത് പാട്ടാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? അത് ഏതുമാവാം അല്ലേ. ചിലപ്പോൾ അമ്മ അവന് കവിളിൽ വെച്ചെടുത്തതായിരിക്കും, അതല്ലെങ്കിൽ അവന് അമ്മയുടെ കയ്യിൽ കിസ് ചെയ്തിട്ട് കവിളിൽ വെച്ചെടുത്തതായിരിക്കും. ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾ ചൂസ് ചെയ്തിട്ട് പറയാം. ഓക്കെ, വൈ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പറയാം, നമുക്ക് നമ്മുടെ മദറും ഒരു കുഞ്ഞും തമ്മിലുള്ളൊരു സ്നേഹമാണ് ഇവിടെ കാണിക്കുന്നത് അല്ലേ. അപ്പോൾ അതാണെന്ന് പറഞ്ഞിട്ട് നമുക്കത് ചൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഓഥറിനെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. ഓഥർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റോറി എഴുതിയ ആളെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് പറയുന്നത് കേട്ടോ. എല്ലാവരും നന്നായിട്ട് വായിച്ച് പഠിക്കുക. നെക്സ്റ്റ് ഒരു വീഡിയോ ഇതിൻ്റെ ആക്ടിവിറ്റീസ് ആയിട്ട് വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.